ലോകത്തിലെ തന്നെ ഏറ്റവും ക്രൂരയായ സ്ത്രീ എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ ഒരു രാജ്ഞിയാണ് എലിസബത്ത് ബത്തോരി. ബ്ലഡി കൗണ്ടസ്, ബ്ലഡി ഡ്രാക്കുള, ലേഡി ഡ്രാക്കുള എന്ന പേരിലൊക്കെയാണ് ഇവർ അറിയപ്പെടുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊരു വിചിത്രമായ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം. എലിസബത്ത് ബത്തോരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1561 ഹംഗേറിയയിലെ ഒരു പ്രഭു കുടുംബത്തിലാണ് ഇവരുടെ ജനനം. അത്യാവശ്യം ഒരു സമ്പന്ന കുടുംബമായതുകൊണ്ട് തന്നെ നല്ല വിദ്യാസമ്പന്നയൊക്കെയായിരുന്നു എലിസബത്ത്. അങ്ങനെയിരിക്കെ തൻ്റെ 15-ാം വയസ്സിലാണ് ഇവർ ഹംഗേറിയൻ പട്ടാളത്തിലെ ഉദ്യോഗസ്ഥനായ ഫെറൻക് നഡാറ്റ്സിയെ വിവാഹം കഴിക്കുന്നത്. എന്നാൽ അവരുടെ വിവാഹ ജീവിതം അത്രയ്ക്ക് മനോഹരമായിരുന്നില്ല. ബത്തോരിയേക്കാൾ താഴ്ന്ന നിലയിലുള്ള ഒരാളായിരുന്നു അവരുടെ ഭർത്താവ്. അതിൻ്റേതായ പ്രശ്നങ്ങളും ഇരുവർക്കിടയിലും ഉണ്ടായിരുന്നു. അങ്ങനെ തട്ടിമുട്ടി ജീവിതം മുന്നോട്ടു പോകവേ എലിസബത്തിൻ്റെ ഭർത്താവ് ഒട്ടോമൻ സാമ്രാജ്യവുമായുള്ള യുദ്ധത്തിൽ മരണപ്പെട്ടു. അന്ന് 43 വയസ്സായിരുന്നു എലിസബത്തിൻ്റെ പ്രായം. ഭർത്താവിൻ്റെ മരണത്തോടെ നീണ്ട 29 വർഷത്തെ ദാമ്പത്യവും അങ്ങനെ അവസാനിച്ചു. അതോടുകൂടി എല്ലാ ഉത്തരവാദിത്തങ്ങളും എലിസബത്തിൻ്റെ ചുമലിലായി. അങ്ങനെ ഓടി നടന്ന കാര്യങ്ങളെല്ലാം അവൾ ചെയ്തുകൊണ്ടിരുന്നു. ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ അകാല വാർദ്ധക്യം അവരെ പിടികൂടി. ഇതവരെ മാനസികമായും ശാരീരികവുമായും വളരെയേറെ തളർത്തിക്കളഞ്ഞു. എലിസബത്ത് ഒരു ലേഡി ഡ്രാക്കുളയായി മാറുന്നതിൻ്റെ ആദ്യ പടിയായിരുന്നു അത്. അങ്ങനെയിരിക്കെ ഒരിക്കൽ തൻ്റെ മുടി ചീകുന്നതിനിടയിൽ തലവേദനിച്ചെന്നാരോപിച്ച് പരിചാരികയെ അവർ ക്രൂരമായി മർദ്ദിച്ചു. ഈ മർദ്ദനത്തിൽ ദേഹം മുറിഞ്ഞ പരിചാരികയുടെ കുറച്ചു രക്തം എലിസബത്തിന്റെ കൈകളിൽ പുരണ്ടിരുന്നു. പിറ്റേന്ന് ഉറക്കമുണർന്നപ്പോൾ ചോര പറ്റിയ ശരീരഭാഗത്തിന് ഒരു പ്രത്യേകത ഉള്ളതായും ആ ഭാഗത്തെ സ്കിന്നിന് യുവത്വം കിട്ടിയതായും അവർക്ക് തോന്നി. തൻ്റെ ഈ സംശയത്തിന് ഉത്തരം തേടി അവർ എത്തിച്ചേർന്നതാകട്ടെ ഒരു മന്ത്രവാദിയുടെ അടുത്തായിരുന്നു. ബത്തോരിയുടെ ഈ ഒരു സംശയം ശരിവെച്ചുകൊണ്ടുള്ള മറുപടിയായിരുന്നു മന്ത്രവാദിയിൽ നിന്നും അവർക്ക് കിട്ടിയത്. അങ്ങനെ ഈ ബ്ലാക്ക് മാജിക്കിൽ വിശ്വസിച്ച് അവൾ പിന്നീട് ഒരു കൊടും ക്രിമിനലായി മാറുകയാണുണ്ടായത്. പിന്നീട് അങ്ങോട്ട് തൻ്റെ അകാല വാർദ്ധക്യത്തെ പിടിച്ചു നിർത്താനും യുവത്വം വീണ്ടെടുക്കാനുമുള്ള തീവ്ര ശ്രമങ്ങൾ അവരാരംഭിച്ചു. അതിൻ്റെ ആദ്യപടിയായി വിശ്വസ്തരായ പരിചാരകരെയും പട്ടാളക്കാരെയും ഉപയോഗിച്ച് ഒരു സംഘത്തെ അവർ രൂപീകരിച്ചു. ഇവർ വഴിയാണ് പിന്നീട് അങ്ങോട്ടുള്ള തൻ്റെ ചോരക്കുരുതികൾ അവർ നടത്തിയത്. അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ആ പൈശാചിക സ്വഭാവം അതോടെ പുറത്തു വരാൻ തുടങ്ങി. തൻ്റെ സൗന്ദര്യത്തിനായി നിരവധി കന്യകമാരെ പിടിച്ചുകൊണ്ടുവരാൻ അവർ ഉത്തരവിട്ടു. അങ്ങനെ കൊട്ടാരത്തിൽ ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നിരവധി പെൺകുട്ടികളെ പരിചാരകർ ബത്തോരിക്ക് എത്തിച്ചു കൊടുത്തു. തൻ്റെ കയ്യിൽ കിട്ടിയ പെൺകുട്ടികളെയെല്ലാം അവർ അതിമൃഗീയമായി കൊലപ്പെടുത്തിയ ശേഷം ആ രക്തത്തിൽ കുളിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ തൻ്റെ സൗന്ദര്യത്തിനായി നിരവധി കന്യകമാരെ ബത്തോരി കൊലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഇതൊക്കെ ചെയ്തിട്ടും ചർമ്മത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വരാത്തതിനെ തുടർന്ന് എലിസബത്ത് വളരെയേറെ നിരാശയിലായി. തുടർന്ന് വീണ്ടും തൻ്റെ വിശ്വസ്തരായ മന്ത്രവാദികളെ പോയി കണ്ട് കാര്യമറിയിച്ചു. ഇത്തവണ അവർ മറ്റൊരു നിർദ്ദേശമാണ് മുൻപോട്ട് വെച്ചത്. അതായത് രാജകുടുംബത്തിൽപ്പെട്ട നിങ്ങൾ സാധാരണക്കാരായ പെൺകുട്ടികളുടെ രക്തമല്ല ദേഹത്ത് പുരട്ടേണ്ടതെന്നും മറിച്ച് രാജകുടുംബത്തിൽ തന്നെ പിറന്ന പെൺകുട്ടികളുടേതാണ് കൂടുതൽ ബലം ചെയ്യുകയുള്ളൂ എന്നും പറഞ്ഞു. എന്നാൽ സാധാരണ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുവരുന്ന പോലെ എളുപ്പമുള്ള ഒരു കാര്യമല്ല രാജകുടുംബത്തിലെ കുട്ടികളെ കൊണ്ടുവരിക എന്നത്. പക്ഷേ എലിസബത്ത് അതിനുള്ള വഴികൾ കണ്ടെത്തുക തന്നെ ചെയ്തു. അതായത് രാജകുടുംബത്തിലെ അവിഹിത സന്തതികളായ പെൺകുട്ടികളെ ദത്തെടുക്കുക എന്നതായിരുന്നു ബത്തോരിയുടെ പ്ലാൻ. അവരെ ദത്ത് കിട്ടാൻ അത്രയ്ക്ക് പ്രയാസമുള്ള കാര്യവുമല്ല. അങ്ങനെ ഓരോരോ കുട്ടികളെയും ദത്തെടുത്ത് അവർ കൊന്നുകൊണ്ടിരുന്നു. ഈ കൊലകളെല്ലാം തന്നെ പിന്നീട് അവർക്ക് ഹരമായി മാറി. എന്നാൽ ഈ പെൺകുട്ടികളെയെല്ലാം അന്വേഷിച്ച് ആരെങ്കിലും വന്നാൽ തന്നെ പല നുണകളും പറഞ്ഞ് അവരെ തിരിച്ചയക്കാനും ബത്തോരി മിടുക്കിയായിരുന്നു. അതായത് ആത്മഹത്യ ചെയ്തെന്നോ അല്ലെങ്കിൽ വല്ല അസുഖം വന്ന് മരണപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്നെല്ലാം ബത്തോരി അതിവിദഗ്ധമായി രക്ഷപ്പെട്ടു. പക്ഷെ പോകെ പോകെ ബത്തോരിയുടെ അടുക്കലെത്തുന്ന പെൺകുട്ടികൾ ഇങ്ങനെ അപ്രത്യക്ഷമാകുന്നത് നാട്ടുകാരിൽ ഒരു സംശയമുണർത്തി. പലരും ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. രഹസ്യമായി ചിലർ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങളും ആരംഭിച്ചു. എന്നാൽ തൻ്റെ പണവും പ്രശസ്തിയും കൊണ്ട് അവരതിനെ അടിച്ചമർത്തി. അങ്ങനെ തൻ്റെ ക്രൂരതകൾ തുടർന്നു പോരവേ ഒരിക്കൽ മരണപ്പെട്ട പെൺകുട്ടിയുടെ മൃതദേഹം നാട്ടുകാരിൽ ഒരാൾ കാണാനിടയായി. കാണാതായ കുട്ടിയെ അന്വേഷിച്ചു വന്നവരായിരുന്നു അവർ. തുടർന്ന് അന്വേഷണ സംഘം കൊട്ടാരത്തിലെത്തി എലിസബത്തിനെയും 4 പരിചാരകരെയും അറസ്റ്റ് ചെയ്തു. അവിടെ നിന്നും കണ്ടെത്തിയ ബത്തോരിയുടെ ഡയറികളിൽ അവർ കൊലപ്പെടുത്തിയ പെൺകുട്ടികളുടെ പേര് വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഏകദേശം 650ഓളം പെൺകുട്ടികളെയാണ് അവർ അന്ധവിശ്വാസത്തിന്റെ പേരിൽ കൊന്നുകളഞ്ഞത്. അങ്ങനെ അറസ്റ്റിലായ ബത്തോരിയും പരിചാരകരും വിചാരണ ചെയ്യപ്പെട്ടു. വിചാരണയ്ക്ക് ശേഷം ഈ പരിചാരകരെയെല്ലാം തൂക്കിക്കൊല്ലാൻ രാജാവ് ഉത്തരവിട്ടു.
എലിസബത്ത് ഒരു രാജകുടുംബമായതിനാൽ തന്നെ അവരെ വീട്ടുതടങ്കലിൽ പാർപ്പിക്കാൻ തീരുമാനമായി. അങ്ങനെ കൊട്ടാരത്തിനുള്ളിലെ ഒരു ഇരുണ്ട മുറിയിൽ അവരെ തടവിലാക്കി. തന്റെ മരണം വരെയും അവർ ആ തടവറയിൽ കഴിഞ്ഞു. 1614 ഓഗസ്റ്റ് 21 അവർ മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ കൈകൾ മരവിക്കുന്നുവെന്ന് കാവൽക്കാരോട് അവർ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ബത്തോരി മരണപ്പെടുന്നത്. തുടർന്ന് പള്ളി സെമിത്തേരിയിൽ അവരെ അടക്കം ചെയ്തെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അവിടെ നിന്നും മാറ്റേണ്ടി വന്നു. പിന്നീട് അവരുടെ മൃതദേഹത്തിന് എന്തു പറ്റിയെന്ന് ഇന്നും വ്യക്തമല്ല. ഈ സംഭവത്തെ തുടർന്ന് 100 വർഷത്തോളം അവരുടെ പേര് ഉച്ചരിക്കുന്നത് പോലും ഹംഗറിയിൽ വിലക്കിയിരുന്നു. എലിസബത്തിന്റെ കുടുംബം ബ്ലാക്ക് മാജിക് ചെയ്തിരുന്നതായും കഥകളുണ്ട്. ചെറുപ്പത്തിൽ അവർക്ക് അപസ്മാരമുണ്ടായപ്പോൾ അപസ്മാരമില്ലാത്ത കുട്ടിയുടെ രക്തം ചുണ്ടിൽ പുരട്ടിയിരുന്നതായും പറയപ്പെടുന്നു. അതു കണ്ടു വളർന്ന ബത്തോരി പണ്ടുമുതലേ ഇത്തരം ദുർമന്ത്രവാദങ്ങളിൽ വിശ്വസിച്ചിരുന്നു. മാത്രമല്ല ബത്തോരിയുടെ ഭർത്താവും ബ്ലാക്ക് മാജിക്കിൽ വിശ്വസിച്ചിരുന്നതായും ഒരു പോരാളിയായിരുന്ന അയാൾ ശത്രുക്കളുടെ മൃതദേഹങ്ങൾ കമ്പിയിൽ കോർത്ത് രസിച്ചിരുന്നതായും കഥകളുണ്ട്. മറിച്ച് അദ്ദേഹം ബത്തോരിയുടെ ഇരയാണെന്നും അയാളെ ബത്തോരിയാണ് കൊലപ്പെടുത്തിയതെന്നും വിശ്വസിക്കുന്നവരുണ്ട്. എന്തായാലും ഇവരുടെ ഈ ക്രൂരമായ ജീവിതകഥ പൂർണ്ണമായും സത്യമാണോ എന്ന കാര്യത്തിൽ ഇന്നും വ്യക്തതയില്ല. പലരും പൊടിപ്പും തൊങ്ങലും വെച്ച് പെരുപ്പിച്ചു പറഞ്ഞ കഥകളാണോ എന്നും നമുക്ക് അറിവില്ല. ഇതുമായി ബന്ധപ്പെട്ട് ചരിത്രകാരന്മാർക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എലിസബത്ത് ബ്ലാക്ക് മാജിക്കിന്റെ ഇരയായിരുന്നെന്നും ഇതെല്ലാം സത്യമാണെന്നും ഒരു കൂട്ടർ പറയുമ്പോഴും ഇത് വെറും കെട്ടുകഥകളാണെന്നാണ് മറ്റൊരു വിഭാഗം വാദിക്കുന്നത്. അതായത് അവരുടെ ഭർത്താവിന്റെ മരണശേഷം സ്വത്ത് തട്ടിയെടുക്കാനായി കുടുംബത്തിലുള്ളവർ ഉണ്ടാക്കിയ ഒരു ദുഷ്പ്രചരണമാണിതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. ബത്തോരിയുടെ ഈയൊരു കഥ സത്യമായാലും മിഥ്യയായാലും ചരിത്രത്തിലെ ക്രൂരയായ വനിതയായിട്ടാണ് അവർ ഇന്നും അറിയപ്പെടുന്നത്.